കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർവസ്റ്റ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുമെങ്കിൽ, ദൈവമേ എന്നോട് സംസാരിക്കണമേ, ദൈവമേ എൻ്റെ വിഷയങ്ങളെ നോക്കണമേ എന്ന് പറഞ്ഞ വിശ്വാസത്തോടു കൂടി ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായും ഇന്ന് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളുടെ മേൽ പെയ്തിറങ്ങും. ഇന്ന് പകൽക്കാലം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചിന്താ വിഷയം ഇതാണ്: ഒരു പുതിയ തുരുത്തിയും പുതിയ വീഞ്ഞിൻ്റെ ഒരു അനുഭവം. അത് മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കും ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കാനായിട്ട് ചില വചനങ്ങളിലേക്ക്, ഒരു പ്രത്യേക തലത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ കൊണ്ടുപോകട്ടെ. നമുക്ക് കർത്താവിൽ ശരണപ്പെട്ട് വിട്ടുകൊടുക്കാം. വേറൊരു സാധാരണ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ ഇരിക്കേണ്ട. ദൈവത്തോട് പറ, കർത്താവെ എന്നോട് സംസാരിക്കും, ഇങ്ങനെ ഹൃദയമായിട്ടിരിക്കാൻ. ഇവിടെ പറഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാരും യേശു കർത്താവിനോട് പറയുന്ന ഒരു വലിയ കാര്യങ്ങളാണ് പറയുന്നത്. പരീശന്മാരും ഞങ്ങളൊക്കെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കാൻ കഴിയത്തില്ല, എന്നാൽ മണവാളൻ പിരിഞ്ഞു പോകേണ്ട നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. ശരിയായിട്ട് പറഞ്ഞാൽ മണവാളൻ പിരിഞ്ഞു പോയ നാൾ മുതൽ തൻ്റെ തോഴ്മക്കാർക്ക്, വിശ്വാസികൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും ദുഃഖിക്കുവാൻ അല്ലെങ്കിൽ ഉപവസിക്കുവാനായിട്ട് ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഉപവസിപ്പാൻ ദൈവം ഒരുക്കുന്ന സാഹചര്യങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയാം. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് രണ്ടാമത് പറയുന്ന ഒരു ഉപമ, അതിനോടനുബന്ധമായിട്ട് ഇങ്ങനെ പറയുന്നു: കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്തു തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വലുതായിത്തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറുമില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. യേശു കർത്താവ് എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞു, തൻ്റെ ഉപവാസത്തെ, തോഴ്മക്കാരൻ്റെ ഉപവാസത്തെ പറഞ്ഞതിന് ശേഷം ഒരു കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ തുന്നിച്ചേർക്കാനെന്ന വിഷയം പറഞ്ഞു, പുതിയ തുരുത്തിയും പഴയ തുരുത്തിയും പുതിയ വീഞ്ഞിനെക്കുറിച്ച് പറയാനായിട്ട് കാരണമുണ്ട്. കാരണം പഴയ അനുഭവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാനായിട്ട് പദ്ധതിയില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. കാരണം തൻ്റെ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ, അതിനെ ഇല്ലാതാക്കി കളയാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളും ഞാനും ചിന്തിക്കേണ്ട ഒരു വിഷയം, ഒരു പുതിയ തുരുത്തിയുടെ അനുഭവത്തിലേക്ക് ആകണം. അപ്പോൾ ഈ ഒരു ഉപമ പറയുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ വിഷയം, സാഹചര്യം ഇതായിരുന്നു: മണവാളൻ പിരിഞ്ഞു പോകേണ്ട നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. മണവാളൻ പിരിഞ്ഞു പോയതിനു ശേഷം എന്ത് ചെയ്തു? തൻ്റെ വിശ്വാസികൾക്ക് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവം കൃപ വന്നു. മത്തായിയുടെ സുവിശേഷം തന്നെ അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 21 വായിക്കുമ്പോഴും, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കാരണം ഒരു ചന്ദ്രരോഹിയെ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് രോഗസൗഖ്യത്തിനായിട്ട് കൊണ്ടുവന്നു, എന്നാൽ തൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ സൗഖ്യമാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി, ആ ചന്ദ്രരോഹിയായിട്ടുള്ള ബാലനെ എന്ത് ചെയ്തു? കർത്താവിൻ്റെ അടുത്തും കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? യേശുവിന് വളരെ അവരുടെ അല്പവിശ്വാസം കാരണം അവർക്ക് സൗഖ്യമാക്കാൻ കഴിയുന്നില്ല, എന്നാൽ അവനെ സൗഖ്യമാക്കാൻ യേശുവിൻ്റെ കരം ചലിച്ചു. അത് കഴിഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യന്മാരടുത്തു നിന്ന് കർത്താവിനോട് പറയാം, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ കഴിയാത്തത്? അവനവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ എന്ന് പറഞ്ഞു. നിങ്ങളുടെ അല്പവിശ്വാസം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിശ്വാസം എന്ന് വർദ്ധിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല വിഷയങ്ങളുടെ മേൽ നമുക്ക് ജയമെടുപ്പാനായിട്ട് കഴിയും. എന്നിട്ട് കർത്താവ് പറയുക, എൻ്റെ 21, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല. എന്നിട്ടാ പറയുന്നത്, എങ്കിലും
പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പഴയ അനുഭവത്തിലിരിക്കുമ്പോൾ ആ പഴയ അനുഭവത്തിന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ തുരുത്തിലേക്ക് നമ്മൾ മാറിയിട്ട് അങ്ങനെ ഒരു പുതിയ തുരുത്തിയായിട്ട് നാം തീരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് അസാധ്യമായിട്ടൊരു കാര്യം കാണത്തില്ല. അവിടെ കർത്താവ് പറഞ്ഞാണ് ഉപവാസത്താലും പ്രാർത്ഥനയാലും. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നു, നമ്മുടെ പ്രാർത്ഥനയുടെ രീതിക്ക് വ്യത്യാസം വരുന്നു. അങ്ങനെ ഒരളവിലേക്ക് ദൈവം നമ്മെ മാറ്റിമറിക്കും. അത് ശരിക്കും പറഞ്ഞാൽ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പോയി കഴിയുമ്പോഴത്തേനും, മണവാളൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പുതിയ തുരുത്തിയാവാൻ ആഗ്രഹിച്ചു പറഞ്ഞത് എങ്ങനെ നിവൃത്തിയായി നമുക്ക് നോക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയും. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്ത് ചെയ്യണം? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചോ, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറയാം. അപ്പോൾ തന്നെ പറഞ്ഞത്, നിങ്ങളൊരു പുതിയ തുരുത്തിയായിട്ട്, ഒരു പുതിയ അനുഭവമായിട്ട് മാറി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന സ്നാനം ലഭിക്കും. യോഹന്നാനിൽ വെള്ളം കൊണ്ട് സ്നാനം നടത്തിയെങ്കിൽ നിങ്ങൾക്കോ ഇനി ഏറെ കഴിയുന്നതിന് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നടക്കും. അത് സംഭവിച്ചില്ലയോ? അതുകൊണ്ട് അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 1:8 ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരുമെന്നുള്ള പ്രോമിസ് തന്നു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം അത് 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പുതിയ തുരുത്തിയാവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് പറയാം, നിങ്ങളുടെ മേലൊരു പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു വേണ്ടി, കർത്താവേ എൻ്റെ മേൽ ഒരാത്മാവിൻ്റെ അഭിഷേകം പകരണമേ. ദൈവം അളവ് കൂടാതെ കാറ്റ് എവിടെ നിന്നിരുന്നു എവിടെ നിന്നറിയാത്തതുപോലെ തൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്ന ദൈവമാണ്. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പെയ്തിറങ്ങും. പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എൻ്റെ ശിരസ് മുതൽ ഉള്ളാങ്കാല് വരെ അവിടുത്തെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചത് എന്താ? ഇന്ന് പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മ ഒരു ശക്തിയല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ടാണ് നിങ്ങളെ സുവിശേഷ പ്രവർത്തനം കർത്താവിൻ്റെ എല്ലാ പേരയ്ക്കും സാക്ഷികളായിട്ട് മാറുവാൻ ഇടയാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നത്. കർത്താവ് നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക, അത് ചെയ്യാം. അതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഇരുന്നപ്പോൾ യേശു കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു പുതിയ തുരുത്തിയിൽ ഞാൻ പുതിയ വീഞ്ഞു പകരും. കാരണം അങ്ങനെ തുരുത്തിയും വീഞ്ഞും ഭദ്രമായിട്ടിരിക്കും. എപ്പോഴാണ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്? അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 2-ാം അധ്യായം 1-7 വരെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞിട്ട് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അന്ന് കർത്താവ് പറഞ്ഞു, പുതിയ തുരുത്തിയിൽ ഞാൻ പുതിയ വീഞ്ഞ് പകരപ്പെടുമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ദൈവം നിറച്ചു പെന്തക്കോസ്ത് നാളിൽ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, വളരെ ആഗ്രഹത്തോട് കൊതിയോടുകൂടെ ഇരുന്നപ്പം അവരുടെ മേൽ ആ ദൈവം അഭിഷേകം പെയ്തു. ആ അഭിഷേകം പെയ്തിറങ്ങിയപ്പോൾ അനേകർ അവിടെ കൂടി, ജനം മുഴുവൻ കൂടി ഓരോരുത്തരും താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നിട്ട് അമ്പരന്ന് പോയി. അവിടെ വായിക്കുന്നത് എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടിട്ട് അവർ പറയുന്നു, അതിൻ്റെ 2:13 ഇങ്ങനെ വായിക്കുന്നു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവർ പരിഹസിച്ച് പറഞ്ഞിട്ട്, പക്ഷേ ആ പരിഹസിച്ച് പറഞ്ഞ കാര്യം യേശു കർത്താവ് മുമ്പേ പറഞ്ഞു, ഞാൻ പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞു പകരും. പെന്തക്കോസ്ത് നാളിൽ പുതുവീഞ്ഞ് പകർന്നു തുടങ്ങി. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയ മക്കളോട് ഞാൻ പറയാം, പകൽക്കാലം ഈ അഭിഷേകത്തിന് കുറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥന ചോദിച്ച് ടെലിഫോണിലൂടെ പ്രാർത്ഥിച്ച അനേക വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറച്ചു. ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അളവ് കൂടാതെ പകർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ദാഹമുണ്ടോ
കൊതിയുണ്ടോ? ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഇന്ന് പകൽക്കാലം ഒരു പുതിയ തുരുത്തിയാക്കി എന്നെ മാറ്റണമേ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മേലൊരു അഭിഷേകം പെയ്തിറങ്ങും. അങ്ങനെ അഭിഷേകത്തിൻ്റെ നിറവിൽ നടക്കണമെങ്കിൽ എന്തു വേണം? നമ്മളൊരു പുതിയ തുരുത്തിയായി മാറണം. പുതിയ തുരുത്തി, അത് പുതിയൊരു അനുഭവത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം? അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14 തൊട്ട് 17 വരെ വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവൻ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഇന്നലെ വരെ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് കർത്താവിൻ്റെ തോളത്ത് കൈയിട്ടിരുന്ന അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും അവരുടെ ഇന്നലെ വരെ ജഡപ്രകാരം ഞങ്ങൾ യേശുവിനെ അറിഞ്ഞെങ്കിൽ ഇനി മുതൽ ഞങ്ങൾ ജഡപ്രകാരമല്ല അറിയാൻ പോകുന്നത്. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ അറിയുന്നത് അത് ആത്മാവില. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. അവർ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്തു, ഞാനിതാ പോവുക. ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ പോയതുപോലെ വീണ്ടും വരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു കർത്താവ് 10ഉം 15ഉം ഒളിച്ചുമല്ല സ്വർഗാരോഹണം ചെയ്യാൻ മറ്റുള്ള മുന്നിൽ അടയാളം കാണിച്ചിട്ടാ പോയ. 40 നാള് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നിന്ന് താൻ ജീവിച്ചിരിക്കുന്നു, താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കാണിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടാ യേശു പോയതാ. ആ യേശുവാണ് നമ്മുടെ പ്രത്യാശ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഒരു പുതിയ തുരുത്തിയായിട്ട്, ഒരു പുതിയ തുരുത്തിയിലേക്ക് പുതുവീഞ്ഞിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ദാഹിക്കുന്ന പ്രിയമക്കൾക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അവസാന വാക്യത്തിൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർക്കുന്നു. പിന്നെ അവനൊരു പുതിയ സൃഷ്ടിയാ. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 24 നോക്കാൻ കഴിയുമോ? ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനം പൗലോസ് കുറിച്ചിടുക. ക്രിസ്തു യേശുവിനുള്ളവർ, നീ ക്രിസ്തു യേശുവിനുള്ളതാണോ? എന്ത് ചെയ്യണം? നിന്റെ ജഡത്തെ അതിൻ്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കണം. നമ്മെ തന്നെ ഒന്ന് ക്രൂശിക്കുന്ന, നമ്മെ തന്നെ ഒന്ന് ഇല്ലാതാക്കിക്കണം, തകർത്ത് നാൾതോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കാത്തവനും കർത്താവിൻ്റെ ശിഷ്യനാവാൻ കഴിയത്തില്ല. എന്താ ക്രൂശ്? നമ്മുടെ അന്യായത്തിന് ഓരോ ദിവസം നാം ക്രൂശിക്കുന്ന അനുഭവത്തിലായി തീരണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രൂശ് ചെയ്യാനായിട്ട് കഴിയുമോ? നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛകളെ, വികാരങ്ങളെ, രാഗമോഹങ്ങളെയൊക്കെ ഒന്ന് ക്രൂശിപ്പാനായിട്ട് നമുക്കൊന്ന് കഴിയും. ദിനംതോറും ക്രൂശിക്കുന്ന ഒരു അനുഭവത്തിലാകുമ്പോൾ നാം പുതിയ സൃഷ്ടിയാവും, പുതിയ തുരുത്തിയാവും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ പുതിയ തുരുത്തിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. 1 കൊരിന്ത്യർക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2 ഇങ്ങനെ നാം വായിക്കുന്നു: ക്രൂശിക്കപ്പെട്ടവന് യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. പൗലോസ് പറയാ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു അഭിഷിക്തൻ്റെ, ഒരു അപ്പോസ്തലൻ്റെ ആഗ്രഹം നോക്കണമേ. തൻ്റെ ആഗ്രഹം മറ്റുള്ള, തൻ്റെ ജഡത്തിൽ ഒരു വിഷയമില്ല, തന്നെ ഒറ്റ ആഗ്രഹമുള്ള ക്രൂശികൻ യേശു ക്രിസ്തുവിനെ അല്ല മറ്റൊന്നും. അതുകൊണ്ടാണ് പൗലോസിന് ധൈര്യമായിട്ട് പറയാൻ കഴിയുക, പിമ്പിലുള്ളതെല്ലാം മറന്നിട്ട് മുമ്പിലേക്ക് ഒരു ആഞ്ഞുകൊണ്ട് ഓടാനുള്ള മനസ്സ് പൗലോസിനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, പുതിയ ജഡമാണോ? പുതിയ തുരുത്തിയാണോ? പുതിയ ആത്മാവിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ പരിശുദ്ധ വസിക്കാനുള്ള മന്ദിരമായിട്ട് നിങ്ങളും ഞാൻ മാറ്റപ്പെടുമെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ചും ഒന്ന് തുരുത്തിയായിട്ട് മാറ. ഒരു പുതിയ തുരുത്തി. ഇന്നലെ ചെയ്തതുപോലെ ചെയ്യുവാനല്ല ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരാഴത്തിലൊരു അനുതാപം, ഒരാഴത്തിലൊരു മാനസാന്തരം, ഒരു ഏറ്റുപറച്ചിൽ ഇന്ന് പകൽക്കാലം നടക്കട്ടെ. കുടുംബത്തിൽ അത് തുടങ്ങട്ടെ. ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിലാണ് തുടങ്ങേണ്ടത്. വിടുതൽ നമ്മുടെ കുടുംബത്തിൽ തുടങ്ങണം. രണ്ടാമത് നമ്മുടെ സഭയിൽ തുടങ്ങണം, നമ്മുടെ ദേശത്ത് തുടങ്ങണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരോടെങ്കിലും ജഡപ്രകാരമായിട്ട് നിങ്ങൾക്ക് വിഷയങ്ങളുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന നിമിഷം നിങ്ങൾ ക്ഷമ കൊടുത്താട്ടെ, നിങ്ങളൊരു മാനസാന്തരപ്പെട്ടിട്ട്. കർത്താവിനോട് പത്രോസ് ചോദിച്ചു, എത്ര വട്ടം ഞാൻ ക്ഷമിക്കണം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? യേശു കർത്താവ് 7 അല്ല 70 വട്ടം ക്ഷമിക്കണം. ഭാര്യയോട് ക്ഷമിച്ചാട്ട്, ഭർത്താവിനോട് ക്ഷമിച്ചാട്ട്, കുഞ്ഞുങ്ങളോട് ക്ഷമിച്ചാട്ട്, മാതാപിതാക്കളോട് ക്ഷമിച്ചാട്ട്, സഹോദരങ്ങളോട് ക്ഷമിച്ചാട്ട്. അവർ ചെയ്തതൊന്നും തിരിച്ച് നീ ഓർക്കരുതേ. അത് നിൻ്റെ അകത്തൊരു വ്രണമായിട്ട്, ഒരു നൊമ്പരമായിട്ട്, ഒരു മുറിവായിട്ട് ഇടരുത്. കാരണം നിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്, നിൻ്റെ അഭിഷേകത്തിന് തടസ്സമാണ്. ഈ നാളുകളിൽ ഒരു അഭിഷേകം വ്യാപരിക്കണമെന്ന് ആഗ്രഹങ്ങൾ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നിങ്ങൾ നല്ല ഹൃദയശുദ്ധിയായിട്ട് നിർമ്മലമായൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ.
നമ്മുടെ ജഡത്തെ രാഗമോഹങ്ങളോട് ക്രൂശിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞത്. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടാം. ഈ നാളുകളിൽ ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ തുരുത്തിയായി മാറി ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? ഇന്ന് പകൽക്കാലം നേൽപ്പിച്ചു വിടുക. കർത്താവ് കുറേ ഞായറാഴ്ചകളിൽ പോയി തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, കുറച്ച് ഹല്ലേലൂയ പറഞ്ഞിട്ട് സന്തോഷത്തോടെ നടക്കുവാനല്ല സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു നല്ല ദൈവവൈതലായിട്ട്, ഒരു നല്ല വിശ്വാസിയായിട്ട്, നല്ലൊരു ശിഷ്യനായിട്ട് കർത്താവിൻ്റെ കൂടെ നടക്കണം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരുക്കപ്പെടണം. നിങ്ങൾ മാത്രം ഒരുങ്ങിയാൽ പോരാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയം അതാണ്. ഒരുങ്ങിയാൽ പോരാ, മറ്റുള്ളവരെ കൂടെ ഒരുക്കുവാൻ തക്കവണ്ണം നിങ്ങളും ഞാനും പ്രാപ്തരാകണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജഡത്തിൻ്റെ ചില വിഷയങ്ങളെ കൂടെ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഈ പകൽക്കാലം ചുരുങ്ങിയ സമയത്ത് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പ്രയോജനപ്പെടുത്താം. കൊലോസ്യർക്കുള്ള ലേഖനം എൻ്റെ 3-ാം അധ്യായത്തിന് 5 മുതൽ 10 വരെ വാക്യങ്ങളെ അതിപ്രധാനമായ ചില വിഷയങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയോട് അപ്പോസ്തലന്മാരോട് വെളിപ്പെടുത്തി. അവിടെ പറഞ്ഞു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഒന്നാമത്തെ വിഷയം, നിങ്ങളുടെ ദൈവഹിതമല്ലാത്ത നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന, നമ്മൾ വളർന്നു വരുന്ന ചില അവയവങ്ങൾ, ആ അവയവങ്ങളുടെ പേരാ പറഞ്ഞ എന്താ? ഒന്ന് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം. ഇങ്ങനെയുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിച്ചു കളയണം. അതിന് രണ്ടാമത് പറയുന്നു, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു. നിങ്ങൾ യേശുവിനെ അറിയുന്നതിന് മുമ്പേ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, നിങ്ങൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ, നിങ്ങൾ സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പൈതലായിട്ട്, ദൈവത്തിൻ്റെ മക്കളായി തീരുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എന്ത് പറയുന്ന, അതിനെല്ലാം നമുക്കറിയാതെ, നമ്മൾ വളർന്നിരിക്കുന്ന ഇങ്ങനത്തെ അവയവങ്ങളെ നമ്മൾ മരിപ്പിച്ചു കളയണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവ ഒക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ആ വാക്യത്തിൽ പറഞ്ഞത്. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ഇവയൊക്കെ വിട്ടുകളയണം. ദൈവമക്കളെ, ഇന്നലെ വരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട് ദൈവഹിതമല്ലാത്ത ഈ വിഷയങ്ങളെ നിങ്ങൾ വിട്ടുകളയണം. ഇന്ന് പകൽക്കാലം ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് മാനസാന്തരം തന്ന് നിങ്ങളെ നല്ല ദൈവവൈതലാക്കി മാറ്റുവാൻ അത്രേ സ്വർഗം ആഗ്രഹിക്കുന്നത്. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മാനസാന്തരപ്പെട്ട കർത്താവേ, ഈ വിഷയങ്ങളൊക്കെ വരുമ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഴത്തിലൊരു അനുതാപം, എന്നെ വിടുവിക്കണമേ കർത്താവേ. ഒരു പുതിയ തുരുത്തിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ തുരുത്തിയാവണമെങ്കിൽ നേരത്തെ പറഞ്ഞു, നീ മരിപ്പിക്കേണ്ട കാര്യങ്ങളെ മരിപ്പിക്കണം, നീ വിട്ടുകളയേണ്ട കാര്യങ്ങളെ നീ വിട്ടുകളയണം. അത് കഴിഞ്ഞ് പറയുന്നു, അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ ദൈവമക്കളെ. പിന്നീട് എങ്ങനെ നമുക്ക് പഴയ മനുഷ്യനെ പോലെ സംസാരിക്കാൻ പറ്റുക? പഴയ മനുഷ്യൻ കാണിച്ചതുപോലെ, പഴയ മനുഷ്യൻ ചിന്തിച്ച പോലെ നമുക്ക് ചിന്തിപ്പാൻ എങ്ങനെയാണ് കഴിയുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതെല്ലാം വിട്ട് കളഞ്ഞാട്ടെ. സകലതും വിട്ടുകളഞ്ഞിട്ട് നമ്മുടെ പഴയ മനുഷ്യനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉരിഞ്ഞു കളയാൻ, ക്രിസ്തുവേശുവിൽ രാഗമം കൊണ്ട് തന്നെ ക്രൂശിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിൽ ഞാൻ മാറും. അത് കഴിഞ്ഞിട്ട് പറയുന്നു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നില്ല. ഇവിടെ പൗലോസ് പറയാ, നിങ്ങൾ എന്ത് ചെയ്യും? തന്നെ സൃഷ്ടിച്ചവൻ ആരാ? സൃഷ്ടിച്ചവൻ യേശു കർത്താവ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആത്മാവിൽ നിങ്ങൾ സൃഷ്ടിച്ചവൻ ആരാ? യേശു. സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ധരിക്കേണ്ടത് പുതിയ മനുഷ്യനാണ്, പഴയ മനുഷ്യനല്ല. അപ്പം 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ ദൈവഹിതമില്ലാത്ത വിഷയങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ മരിപ്പിക്കണം. രണ്ടാമത്, നിങ്ങളുടെ ജീവിതത്തിൽ വായിന്ന് വരുന്ന അനേക വിഷയങ്ങൾ, നിങ്ങളുടെ ചിന്താഭാരങ്ങളിൽ വരുന്ന അനേക വിഷയങ്ങൾ, ഇതൊക്കെ വിട്ട് കളയണം. ചിലതിനെ സകല പ്രവൃത്തികൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. എന്നിട്ട് പുതിയ മനുഷ്യനെ, പുതിയ മനുഷ്യൻ ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന വചനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ഞാൻ താഴ്ത്തി സമർപ്പിക്കുക. കർത്താവെ, ഒരു പുതിയ തുരുത്തിയാക്കി, ഒരു പുതിയ തുരുത്തിയിലേക്ക് പുതുവീഞ്ഞൊന്ന് പകരണേ. ഇന്നലെ വരെ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, പഴയ തുരുത്തിയിൽ
ഞാൻ പുതുവീഞ്ഞ് പകരപ്പെടാം. നീ പഴയ തുരുത്തിയായിട്ടാണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വിളിച്ചിരുന്നു, പഴയ തുരുത്തിയിൽ ഞാൻ എൻ്റെ പുതിയ ആത്മാവിനെ പകരത്തില്ല. ആർക്ക് വേണം ഈ പുതിയ ആത്മാവിൻ്റെ അഭിഷേകം? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പുതിയ തുരുത്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് നിന്റെ ഇന്നലകളെ, നിന്റെ ഇന്നലത്തെ വേദനകളെ, നിന്റെ ഇന്നലത്തെ നൊമ്പരങ്ങളാവാം, നിന്റെ ഇന്നലത്തെ വരെ സ്വയം ജഡത്തിൽ വ്യാപരിച്ച് സകല അതിനെ ഒന്ന് വിട്ട് കളഞ്ഞിട്ട്, മരിപ്പിക്കേണ്ട കാര്യത്തെ മരിപ്പിച്ചിട്ട്, ഉരിഞ്ഞു കളയേണ്ട കാര്യം ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയവൻ ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. നിങ്ങളൊരു പുതിയ സൃഷ്ടി. നിങ്ങളുടെ പഴയ മനുഷ്യൻ നഷ്ടപ്പെട്ടു. പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ്റെ പുനരുത്ഥാനത്തിന് എഴുന്നേറ്റതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കാൻ, ഈ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും വൻ കാര്യങ്ങളെ ഈ ലോകത്തെ കാണുന്ന പോലല്ല, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിയുന്ന ഈ പൊന്നു തമ്പുരാൻ്റെ അടുത്തേക്ക് വന്നാട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, ഇതുവരെ യേശുവിനെ അറിയാതിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതമുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ ചോദിക്കാം, യേശുവിൻ്റെ അടുത്ത് വാ. അവൻ്റെ അടുത്ത് വിടുതലുണ്ട്, സൗകര്യം. അനേക ദിവസങ്ങളിൽ പ്രാർത്ഥന ചോദിച്ചാൽ അനേക വ്യക്തി ജീവിതം ഭാരത്തിൽ കരയുന്ന, വേദനിക്കുന്ന ഒത്തിരി മുഖങ്ങളെ കാണുവാനിടയായി. വളരെ വേദനയുണ്ട്. എന്നാൽ അതിനപ്പുറമായിട്ട് അവരോട് പറയുന്ന ഒറ്റ ആശ്വാസവാക്യം നിങ്ങൾക്ക് തരാനുള്ളൂ, യേശുവിൻ്റെ അടുത്ത് വിടുതലുണ്ട്. വിടുവിപ്പാൻ കഴിയുന്ന ഒരു അവൻ്റെ നാമം അത്ര യേശു. ആ യേശുവിൻ്റെ അടുത്ത് നിങ്ങൾ വന്നാട്ടെ. യേശു നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഇന്ന് കേൾപ്പിച്ച വചനപ്രകാരം പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞു പകരപ്പെടും. പഴയ തുരുത്തിയിൽ ദൈവം പുതിയ വീഞ്ഞു പകരപ്പെടും. കാരണം തുരുത്തിയും പൊളിയും വീഞ്ഞും നശിച്ചു പോകും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നിങ്ങളും ഞാനും ഒരു പുതിയ തുരുത്തിയായിട്ട് വേണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. അങ്ങനെ മനസ്സ് കൊടുത്ത പ്രിയ മക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇനി അല്പസമയം നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവിൻ്റെ കരത്തിൽ ശരണപ്പെടാം. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയണം. അടയുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചത് ഒരു വലിയ കൂട്ടം ജനം അവർ യേശുവിനെ അറിയണം. ഇന്ന് പകൽക്കാലം നമ്മുടെയൊക്കെ ആഗ്രഹം അതാ. അനേക പ്രയാസത്തിലും ഭാരങ്ങളിലുമായി കഷ്ടം, ഒരു നാളെ എങ്ങനെ എൻ്റെ ദൈവമേ ഞാൻ മുന്നോട്ട് പോകുന്നു വിചാരിക്കാൻ ആത്മഹത്യക്ക് വരെ തയ്യാറെടുത്ത് കൊതിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്തൊന്ന് കരയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, ദാസിമാരെ, അഭിഷിക്തന്മാരെ, നിങ്ങളോട് അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇന്നാളുകളിൽ അനേകരെ തീന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാനൊരു കൃപയുടെ അഭിഷേകം എൻ്റെ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാം. നിങ്ങളുടെ മേൽ ശക്തമായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിച്ച് നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ചിലതിനെ നേടുവാൻ ദൈവം ഈ നാളുകളിൽ നിങ്ങളെ അയക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവെ, നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവെ, കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായിട്ട്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ഇവിടുന്ന് പുതിയ തുരുത്തിയിലാണല്ലോ പുതിയ വീഞ്ഞു പകരപ്പെടും. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ കർത്താവെ, ചില വ്യക്തി ജീവിതങ്ങളുടെ ശിരസ് മുതൽ യേശു കർത്താവെ, അവരുടെ ഉള്ളാൻ കാല് വരെ കർത്താവെ, അവിടുത്തെ ആത്മാവിൽ നിറങ്ങി പുതു വീഞ്ഞ് അവരുടെ മേൽ പകരട്ടെ കർത്താവെ. ആ പെന്തക്കോസ്ത് നാളിൽ കർത്താവെ, ആ 120 മേൽ കർത്താവെ, ഹല്ലേലൂയ, നാവ് പിളർന്നതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തീ ഇറങ്ങി ഈ നിമിഷം കർത്താവെ, ചില വ്യക്തി ജീവിതങ്ങളുടെ ശിരസ് മുതൽ ഉള്ളം കാല് വരെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വ്യാപരിക്കട്ടെ. ആത്മാവിന് കൊതിക്കുന്ന, ആത്മപ്രവാഹത്തിന് വേണ്ടി കൊതിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. ആ മക്കളെ ഇപ്പോൾ തന്നെ അവിടെ തൊടുമാറാകണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒന്നിച്ച് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കും. ഈ നിമിഷം അവരുടെ മേലൊരു അഭിഷേകം പെയ്തിറങ്ങട്ടെ. ആശിഷമാരി പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ കർത്താവെ. അവിടുന്ന് പിന്മഴയുടെ കാലത്ത് മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പേൻ. യഹോവ മിന്നൽ പിണറുകളെ ഉണ്ടാക്കൂല. മിന്നൽ പിണർ പോലെ ഇന്ന് പകൽക്കാലം ഈ ജനത്തിന്മേൽ, ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാൽ, ലോകത്തിന്റെ ഏത് വൻകരയിലിരുന്നാലും ഈ നിമിഷം കർത്താവെ അവരുടെ മേൽ അഭിഷേകത്തിന്റെ തീ ഇറങ്ങട്ടെ. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ നിമിഷം കർത്താവെ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ കർത്താവെ, മാനസിക വ്യഥ അനുഭവിക്കുന്നവർ കർത്താവെ, നാളെ എന്തും ചിന്തിച്ച് ഭാരപ്പെട്ട് കരയുന്ന ചില മക്കളുടെ മേൽ കർത്താവെ, ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ യേശുവിന്റെ സമാധാനം അവരുടെ ഉള്ളിൽ നിറയട്ടെ കർത്താവെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. സകല ശാപശൂന്യതകൾ ഇവരുടെ ജീവിതത്തിന് വഴിമാറട്ടെ. ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് സ്തുതിക്കുന്നു യേശു കർത്താവെ. ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവെ. മരത്തിന്മേൽ തൂങ്ങുന്നവനില്ല, ശപിക്കപ്പെട്ടവെന്ന് പറഞ്ഞവർ യേശു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നത് കൊണ്ട് കർത്താവെ, ഒരു ശാപത്തിന് ഞങ്ങളുടെ മേലോ ഈ പ്രിയ മക്കളുടെ കുടുംബത്തിന് അവകാശമില്ല. ഇവരുടെ തലമുറകളെ ദുഷ്ടനില്ല എല്ലാ കെട്ടുകളെ സ്വർഗത്തിനും ഭൂമി
ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കെട്ടുകൾ അഴിച്ച് ഈ പ്രിയമക്കളെ ഞങ്ങൾ ഈ പകൽക്കാലം സ്വതന്ത്രമാക്കുന്നു. ജനം സ്വതന്ത്രമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ശബ്ദ പരിധിക്കുള്ളിൽ നിന്ന്, ദൃശ്യ പരിധിക്കുള്ളിൽ നിന്ന് കാണുന്നവരുടെ മേൽ, കേൾക്കുന്നവരുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ തീ അവിടുന്ന് പകരുന്ന കൃപക്കാട്ട് സ്തുതിക്കുന്നു പിതാവേ. അന്ത്യനാളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത പൊന്നു തമ്പുരാനെ, ഈ പകൽക്കാലം ഒരാത്മാവിന്റെ പകർച്ച ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. വിശ്വസിക്കുന്ന ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഇവരുടെ മേൽ വ്യാപരി. ഈ നിമിഷം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു കർത്താവേ. അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ, വീര്യപ്രവൃത്തി നടക്കട്ടെ കർത്താവേ. എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുന്ന ചില വ്യക്തി എഴുന്നേൽക്കട്ടെ കർത്താവേ. അത്ഭുത സൗഖ്യം, അത്ഭുത രോഗസൗഖ്യം ഈ പകൽക്കാലം എന്റെ കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് ദൈവമേ അവിടെ നെടുകയും കുറുകയും നടക്കുന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. നന്ദിയോട് സ്തുതിക്കുന്ന പിതാവേ, ഞങ്ങളോട് കൂടെ പ്രാർത്ഥനയ്ക്ക് സഹായിച്ച, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച പ്രിയ മക്കളെ കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. സകല അപ്പോസ്തലന്മാർക്കായിട്ട് സ്തോത്രം, സകല പ്രവാചകന്മാർക്കായിട്ട്, സകല ഉപദേഷ്ടാക്കന്മാർക്കായിട്ട്, സുവിശേഷകന്മാർക്കായിട്ട്, ഇടയന്മാർക്കായിട്ട് യേശുവേ നന്ദി. അവരെ ബലപ്പെടുത്തണമേ. അപ്പന്റെ മുന്തിരി തോട്ടത്തിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. അവരെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പ്രാർത്ഥിപ്പാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തും. ഈ മിനിസ്ട്രി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ഈ പകൽക്കാലം അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യം നിറഞ്ഞു നിൽക്കുന്ന കൃപയ്ക്കായിട്ട് ഓരോ വ്യക്തി ജീവിതങ്ങൾ എന്റെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി ആശ്വാസത്തിന്റെ പരം തൊട്ട കൃപയ്ക്കായിട്ടും നന്ദി കർത്താവെ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത് ശ്രമിച്ച ഓരോ വ്യക്തി ജീവിതങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു. ഗോഡ് ബ്ലസ് യു. പ്രത്യേക പ്രാർത്ഥന എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8 വരെ ശാസ്തമംഗലം, തിരുവനന്തപുരം. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6:30 മുതൽ 8 വരെ കുമാരപുരം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക 9447343022. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് 9447343022. ഇമെയിൽ അഡ്രസ് freephilip@gmail.com. മുൻപുള്ള മെസ്സേജുകൾ കാണുവാൻ യൂട്യൂബ് സന്ദർശിക്കുക. സ്തുതിക്കുവാൻ നിന്നെ ആരാധിപ്പാൻ